എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, പോഷൻ ട്രാക്കറിനകത്ത് ഒരുപാട് മാറ്റങ്ങളാണ് ദിനംതോറും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മാറ്റങ്ങളൊക്കെ തന്നെ കൃത്യമായി മനസ്സിലാക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അംഗൻവാടി പ്രവർത്തനങ്ങൾ തന്നെ നിലച്ചു പോകുന്ന സാഹചര്യങ്ങളാണ് നിലവിലുള്ളത്. അത് മറികടക്കുന്നതിന് വേണ്ടി പോഷൻ ട്രാക്കറിലേക്ക് വരുന്ന ഓരോ അപ്ഡേഷനുകളും അതേപടി കൃത്യമായി മനസ്സിലാക്കി അതെല്ലാം അംഗൻവാടിയിലൂടെ പ്രാവർത്തികമാക്കാനാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതിനെ സഹായിക്കാനാണ് നമ്മൾ പോഷക ഭാഷ എന്ന ചാനലിലൂടെ കൃത്യമായി ലളിതമായി നിങ്ങളിലേക്ക് ആ അപ്ഡേഷനുകളൊക്കെ തന്നെ യഥാർത്ഥമായി എത്തിക്കുന്നത്. കൃത്യമായി നിങ്ങളത് ഫോളോ ചെയ്യണം. സമയം കണ്ടെത്തി ഈ സെഷനുകളൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കണം അംഗനവാടി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് FRS തന്നെയാണ്. എന്താണ് FRS എന്നുള്ളത് ഒരുപാട് തവണ നമ്മൾ കേട്ട് പരിചിതമായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് മാസങ്ങൾക്ക് മുന്നേ വന്ന അപ്ഡേഷനിൽ അംഗനവാടിയിൽ രജിസ്റ്റർ ചെയ്ത മുഴുവൻ ഗുണഭോക്താക്കളും 2-way ഓതൻറ്റിക്കേഷൻ വിധേയമാവണമെന്നുണ്ട്. ഇത്തരത്തിൽ 2-way ഓതൻറ്റിക്കേഷൻ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് തുടർന്നുള്ള മാസങ്ങളിൽ മുടക്കം കൂടാതെ THR ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നമുക്ക് വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതെല്ലാം പരമാവധി ടീച്ചേഴ്സ് ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചു കഴിഞ്ഞതാണ്. എന്നിട്ടും ഒരുപാട് ഗുണഭോക്താക്കൾ ഇപ്പോഴും 2-way ഓതൻറ്റിക്കേഷൻ പൂർത്തിയാക്കാതെ പോഷൻ ട്രാക്കറിനകത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഓർക്കുക, ഇത്തരത്തിൽ പോഷൻ ട്രാക്കറിനകത്ത് 2-way ഓതൻറ്റിക്കേഷൻ ചെയ്യാത്ത, അതായത് KYC FRSും പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് വേണ്ടി നമ്മൾക്ക് THRനുള്ള ഇൻറ്റൻറ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ തുടർന്നുള്ള മാസങ്ങളിൽ THR വിതരണം നടത്താനോ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കഴിയാത്ത സാഹചര്യം വരുമ്പോഴാണ് ഗുണഭോക്താക്കളുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഓൺലൈനായിട്ട് ഡയറക്റ്റായിട്ട് ഡയറക്ടറേറ്റിലും അതേപോലെ തന്നെ ജില്ലാതലത്തിലും പ്രൊജക്ട് തലത്തിലൊക്കെ തന്നെയാണ് ഈ പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരാതികൾ വരുന്ന സമയം നമ്മൾ ടീച്ചേഴ്സ് അറിയണമെന്ന് നിർബന്ധമില്ല. ഇത് മുകളിൽ നിന്ന് താഴെ തട്ടിലേക്ക് എത്തുമ്പോഴാണ് ചിലപ്പോൾ ടീച്ചേഴ്സിന് അറിയുക തങ്ങളുടെ പരിധിയിൽ നിന്ന് ഇത്തരത്തിലൊരു പരാതി വന്നിട്ടുണ്ട് എന്നുള്ളത്. അതിനാണ് പോഷൻ ട്രാക്കറിനകത്ത് നമുക്ക് ബെനിഫിഷ്യറി റീഡ്രസൽ സംവിധാനം ഉള്ളത്. ആ റീഡ്രസൽ സംവിധാനത്തിൽ ഇത്തരത്തിൽ ടോക്കൺ നമ്പർ വെച്ച് ഒരു പരാതി വരുന്ന സമയം അതെല്ലാം കൃത്യമായി പരിഹരിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്തരത്തിൽ പരാതി വരുന്നത് എന്തുകൊണ്ടൊക്കെ ആയിരിക്കാം? THR സ്വീകരിക്കാൻ പറ്റാത്ത പരാതി വരുന്നത് അവരുടെ 2-way ഓതൻറ്റിക്കേഷൻ പൂർത്തിയാക്കാത്തത് കൊണ്ടായിരിക്കും THR വിതരണം നടത്താൻ കഴിയാത്തത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ഗുണഭോക്താക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ആ പരാതി പരിഹരിക്കാനും ടീച്ചർക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ ഈ വരുന്ന അപ്ഡേഷനുകളൊക്കെ ടീച്ചേഴ്സ് അറിഞ്ഞിരിക്കണം. അപ്പോൾ FRS എന്ന് പറയുന്നതും KYC എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ഓതൻറ്റിക്കേഷനാണ്. അത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിൽ 2-way ഓതൻറ്റിക്കേഷൻ നിർബന്ധമാക്കപ്പെട്ട ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ 2-way ഓതൻറ്റിക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള FRSലെ ഇളവുകൾ ആർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്, അതേപോലെ തന്നെ എങ്ങനെയാണ് FRS പൂർത്തിയാക്കേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായി ഈ സെഷനിലൂടെ ഒന്നുകൂടെ നിങ്ങളിലേക്ക് റിമൈൻഡ് ചെയ്യുകയാണ്. കൃത്യമായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതായത് നമുക്കറിയാം, പോഷൻ ട്രാക്കറിനകത്ത് ആധികാരികമായിട്ടുള്ള രേഖ എന്ന് പറയുന്നത് ആധാർ കാർഡാണ്. ഒരു ഗുണഭോക്താവ് അംഗനവാടിയിൽ രജിസ്റ്റർ ചെയ്യാൻ സമീപിക്കുന്ന സമയം തന്നെ നമ്മൾ ടീച്ചേഴ്സ് അവരോട് ചോദിച്ചറിയണം, കാലപ്പഴക്കം ചെന്ന ആധാർ കാർഡാണോ എന്നുള്ളത് ചോദിച്ചറിയുക. 10 വർഷത്തിൽ കൂടുതലുള്ളതൊക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്യാത്ത ആധാർ കാർഡാണെങ്കിൽ കാലപ്പഴക്കം ചെന്നതാണ് എന്നുള്ളത് ഉറപ്പാക്കുക. ഇത്തരത്തിൽ 10 വർഷത്തിൽ കൂടുതലുള്ളതാണെങ്കിൽ ഗുണഭോക്താവിനോട് അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്ത് അതിനുശേഷം ഗുണഭോക്താക്കളുടെ ആധാർ ഉപയോഗപ്പെടുത്തി രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. അതിനുശേഷമാണ് അവരുടെ KYC FRS നമ്മൾ പൂർത്തിയാക്കേണ്ടത്. ഗുണഭോക്താക്കളായിട്ടുള്ള പ്രഗ്നൻറ്റ്, ലാക്ടേറ്റിംഗ് മദർ അവരുടെ തന്നെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയിട്ടായിരിക്കണം FRSും KYCയും ചെയ്യേണ്ടത്. അവർക്കുള്ള ഇളവുകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രഗ്നൻറ്റിന് ബെഡ് റെസ്റ്റോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർക്കൊരു നോമിനിയെ അസൈൻ ചെയ്യാം. 18 വയസ്സിൽ കൂടുതലുള്ള ഒരു നോമിനിയെ അവർക്ക് നോമിനിയുടെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തി രജിസ്റ്റർ ചെയ്യാനും ഒപ്പം തന്നെ FRSും KYCയും നോമിനിയുടെ ചെയ്തിട്ട് അവർക്ക് THR കൊടുക്കാൻ സാധിക്കും. അന്നേരം ഗുണഭോക്താവായിട്ടുള്ള പ്രഗ്നൻറ്റോ ലാക്ടേറ്റിങ്ങോ നേരിട്ട് അംഗനവാടിയിൽ വരേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ THR സ്വീകരിക്കേണ്ട കാര്യമില്ല. പകരം അസൈൻ ചെയ്ത നോമിനിക്ക് തന്നെ നേരിട്ട് വാങ്ങിക്കാൻ കഴിയും. ഇതാണ് ആദ്യത്തെ ഒരു ഇളവ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് FRSലെ മറ്റിളവ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കുട്ടികളുടെ പേരിൽ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു എന്നുണ്ടെങ്കിലും അവരുടെ FRSും KYCയും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇത് പറയുന്നത് 0 മുതൽ 6 വയസ്സ് വരെയുള്ള സ്കൂൾ ഗോയിങ്ങും അംഗനവാടിയിൽ വരുന്ന കുട്ടികളെല്ലാം കണക്കിലെടുത്തിട്ടാണ് ഈ പറയുന്നത്. 0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അവരുടെ തന്നെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തി രജിസ്റ്റർ ചെയ്താലും FRSും KYCയും ചെയ്യേണ്ടത് ആ കുട്ടിയുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെയോ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ആയതുകൊണ്ട് തന്നെ രക്ഷിതാക്കളുടെ അമ്മയുടെ അച്ഛൻ്റെയോ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രമേ KYCയും FRSും നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് കുട്ടികൾക്കുള്ള ഒരു ഇളവാണ്. ഇനി അടുത്തത് നമ്മൾക്ക് 25.2.6 വന്നിട്ടുള്ള പുതിയ അപ്ഡേഷൻ പ്രകാരം ആധാർ കാർഡ് ഇല്ലെങ്കിലും ഗുണഭോക്താക്കളായിട്ടുള്ള പ്രഗ്നൻറ്റിനും ലാക്ടേറ്റിനും മറ്റ് ID പ്രൂഫുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അതായത് ബാങ്ക് പാസ്ബുക്ക് കോപ്പി, വോട്ടേഴ്സ് ID, ഈസ്റ്റർ കാർഡ് തുടങ്ങിയിട്ടുള്ള ഈ കാണുന്ന
ഏതെങ്കിലും ഒരു ID കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് രജിസ്ട്രേഷൻ ഉറപ്പാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇത് ഗുണഭോക്താക്കൾക്ക് ഫേവറായിട്ടുള്ള ഒരു സംവിധാനമാണ് പോഷൻ ട്രാക്കറിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് പ്രഗ്നൻ്റ് ആയിട്ടൊരു ഗുണഭോക്താവ് നമ്മൾ അംഗൻവാടിയിൽ രജിസ്റ്റർ ചെയ്യാൻ വരുന്ന സമയം ആധാറിലെ പല തടസ്സങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ആധാർ എടുക്കാത്ത കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ അവർക്ക് ആ മാസത്തിലെ THR ഉൾപ്പെടെയുള്ള അംഗൻവാടി സേവനം മുടങ്ങരുത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾ നിങ്ങളെ പരിധിയിലുണ്ടെങ്കിൽ ഈ വിവരം അവരിലേക്ക് എത്തിക്കണം. പകരം ആധാർ കാർഡിന് പകരം മറ്റ് ID പ്രൂഫുകൾ ഉപയോഗപ്പെടുത്തി രജിസ്റ്റർ ചെയ്ത് പൂർത്തിയാക്കുക. അതേസമയം തന്നെ അവരോട് ആവശ്യപ്പെടേണ്ടത് ഉടനെ തന്നെ നിങ്ങൾ ആധാറിന് വേണ്ടി അക്ഷയ വഴിയോ CSC കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷ കൊടുക്കണം എന്നുള്ളത് പറയുക. അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അക്ഷയ സെൻറ്ററിൽ നിന്നും ആധാർ എൻറോൾമെൻറ്റ് ID അടങ്ങിയിട്ടുള്ള ഒരു സ്ലിപ്പ് കിട്ടും. ആ സ്ലിപ്പ് ടീച്ചേഴ്സ് വാങ്ങി ആ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. അപ്പോൾ ഇതിലും അവർക്ക് ഇളവ് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് FRC ഇളവ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയുക. അതായത് ഒരു ഗുണഭോക്താവ് ആധാർ അല്ലാതെ മറ്റ് ID പ്രൂഫുകൾ ഉപയോഗപ്പെടുത്തുന്ന സമയം അവർക്ക് ആദ്യത്തെ മാസത്തിൽ അവർക്ക് ആധാറിൻ്റെ എൻറോൾമെൻറ്റ് IDയോ എൻറോൾമെൻറ്റ് നമ്പറോ ഒന്നും തന്നെ ആവശ്യമില്ലാത്ത തന്നെ നമ്മൾക്ക് അവർക്ക് THR ഉൾപ്പെടെയുള്ള സേവനം കൊടുക്കാൻ കഴിയും. എന്നാൽ അവരും അവരുടെ FRS ചെയ്യേണ്ടത്, അതായത് ഫേസ് വെരിഫിക്കേഷൻ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതുണ്ട്. അവിടെ EKYC ചെയ്യാൻ സാധ്യമല്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ആധാർ കാർഡ് ഇല്ലാത്തതുകൊണ്ട് EKYC ഇല്ല, പകരം ഫേസ് വെരിഫിക്കേഷൻ നിർബന്ധമായും ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ ആ ഒരു മാസം കഴിഞ്ഞു അടുത്ത മാസത്തിലേക്ക് കടക്കുന്ന സമയം രണ്ടാമത് മാസത്തിലേക്ക് കടന്ന് അവർക്ക് 3 മാസം വരെ, അതായത് രണ്ടാമത്തെ മാസവും മൂന്നാമത്തെ മാസവും അവർക്ക് THR ഉൾപ്പെടെയുള്ള സേവനം കൊടുക്കുന്നുണ്ടെങ്കിൽ സാധാരണ പോലെ തന്നെ ഫേസ് വെരിഫിക്കേഷൻ നിർബന്ധമായി നമ്മൾ ടീച്ചർ ചെയ്യേണ്ടതുണ്ട്. ഒപ്പം തന്നെ അവരുടെ ആധാർ എൻറോൾമെൻറ്റ് IDയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ തുടർന്നുള്ള 2 മാസങ്ങളിൽ അവർക്ക് THR കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് നോക്കുക. അവിടെയും 2 മാസത്തിലേക്ക് ഇളവുകൾ കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ ആകെ 3 മാസത്തിലേക്ക് അവർക്ക് ആധാർ കാർഡ് ഇല്ലാതെ അല്ലെങ്കിൽ EKYC ചെയ്യാതെ നമുക്ക് പൊടി കൊടുക്കാൻ സാധിക്കുന്ന സാഹചര്യം ഇന്ന് പോഷൻ ട്രാക്കറിനകത്തുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളാണ് ടീച്ചേഴ്സ് ആദ്യം അറിയേണ്ടത്. ഇതിൽ EKYC ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. കാരണം എന്താണ്? അവർക്ക് ആധാർ കാർഡില്ല, ആധാർ കാർഡിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് EKYC എന്ന് പറയുന്നത് ആധാറിൽ അധിഷ്ഠിതമായിട്ടുള്ള വെരിഫിക്കേഷനാണ്. ആധാർ ഇല്ലാതെ മറ്റ് ID പ്രൂഫുകൾ ആയതുകൊണ്ട് തന്നെ EKYCക്ക് പകരം ഫേസ് വെരിഫിക്കേഷൻ ഫോട്ടോ എടുക്കൽ മാത്രമേ 3 മാസത്തിലേക്ക് സാധ്യമാവുകയുള്ളൂ. എന്നാൽ ഈ 3 മാസത്തിനകം തന്നെ ആധാർ കാർഡ് സെറ്റ് ചെയ്ത് ആധാർ കാർഡ് പ്രിൻ്റ് എടുത്ത് വന്ന് ടീച്ചർ കൈവശം വെച്ച് ആ ഗുണഭോക്താവിൻ്റെ പ്രൊഫൈൽ കാർഡ് ആധാറിൽ മേൽ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിൽ അപ്ഡേറ്റ് ചെയ്ത് വരുന്ന സമയം സാധാരണ ഗുണഭോക്താക്കളെ പോലെ ആധാറിൽ അധിഷ്ഠിതമായ വെരിഫിക്കേഷൻ പൂർത്തിയാകും. അതിനുശേഷം EKYC പൂർത്തിയാക്കണം. അതിനുശേഷം FRS എടുത്ത് സാധാരണ പോലെ ഒരു ഗുണഭോക്താവിനെ 2-way ഓതൻറ്റിക്കേഷന് വിധേയമാക്കി തുടർന്നുള്ള മാസങ്ങളിൽ മുടക്കം കൂടാതെയുള്ള THR ഉൾപ്പെടെയുള്ള സേവനങ്ങൾ കൊടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ ടീച്ചേഴ്സ് നടത്തണം. ഈ ഇളവുകൾ എന്തൊക്കെയാണ്, ആനുകൂല്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് കൂടെ ഗുണഭോക്താക്കളെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല നമുക്കാണ്. എന്നാൽ മാത്രമേ പരാതികളില്ലാത്ത സേവനം നമുക്ക് ഉറപ്പാക്കാൻ കഴിയുകയുള്ളൂ. ഈ സാഹചര്യത്തിൽ ഒരുപാട് ഗുണഭോക്താക്കൾക്ക് ഇന്ന് പോഷൻ ട്രാക്കറിനെ കുറിച്ചും അതിൽ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാവുന്നതാണ്. ആ സാഹചര്യത്തിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ THR ഉൾപ്പെടെയുള്ള സേവനം മുടക്കം വന്നു കഴിഞ്ഞാൽ പരാതികൾ വരുന്ന സാഹചര്യങ്ങളുണ്ട്. പരാതികൾക്ക് പുറകെ പോകാൻ നമുക്ക് സമയമില്ല. കാരണം ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് അംഗൻവാടിയിലുള്ളത് കൊണ്ട് തന്നെ കൃത്യമായും സുതാര്യമായ രീതിയിൽ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് പോഷൻ ട്രാക്കർ എന്താണെന്നും അതെങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ കൃത്യമായി പഠിച്ചെടുക്കുക, അതിന് സമയം കണ്ടെത്തുക. കാരണം അംഗൻവാടിയാണ് നമ്മളുടെ ജോലി സ്ഥലം. അംഗൻവാടിയിൽ വരുന്ന പ്രവർത്തനങ്ങളാണ് നമ്മളെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് വരുന്ന ഓരോ അപ്ഡേഷനുകളും പോഷൻ ട്രാക്കറിനെ പിൻപറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ അത് തന്നെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ടീച്ചേഴ്സ് നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുണ്ടാവും. അവരിലേക്കൊക്കെ ഇത് അയച്ചു കൊടുത്ത് കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അതിൽ വരുന്ന ഓരോ കാര്യങ്ങളും അവരും പഠിച്ചെടുക്കുക. അവരുടെ പരിധിയിലും ഇത്തരത്തിലുള്ള സേവനങ്ങളൊക്കെ ഉറപ്പാക്കുക. താങ്ക്